എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ സയാന സന്ദേശത്തിലേക്ക് സ്വാഗതം. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അദ്ദേഹം ശാസ്ത്രജ്ഞനും എഴുത്തുകാരനും തത്വചിന്തകനും അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ ഒരു ഉദ്ധരണിയുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്: തങ്ങളെ തന്നെ സഹായിക്കുന്നവരെ ദൈവം സഹായിക്കുന്നു, തങ്ങളെ തന്നെ സഹായിക്കുന്നവരെ ദൈവം സഹായിക്കുന്നു എന്നുള്ളതായ ഒരു വാക്യം അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ഉദ്ധരണിയാണത്. 1989 ബാസ്കറ്റ്ബോൾ ഫൈനൽ കളിക്കുമ്പോൾ മിച്ചിഗൺ യൂണിവേഴ്സിറ്റിയിലെ താരങ്ങൾ വിജയത്തിന്റെ സോപാനത്തിലേക്ക് എത്തുവാൻ ഒരു പോയിന്റ് കൂടി മാത്രം മതി. ഇപ്പോൾ വിജയത്തിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്നതായ മിച്ചിഗൺ യൂണിവേഴ്സിറ്റി താരങ്ങൾ ആ ഒരൊറ്റ പോയിന്റിന് വേണ്ടി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പോയിന്റ് കൂടെ അവർക്ക് ലഭിച്ചാൽ ആ ഫൈനൽ മത്സരത്തിൽ അവർ ചാമ്പ്യന്മാരായി തീരും. ആ നിലയിൽ ആയിരിക്കുമ്പോൾ അടുത്ത ബോൾ എറിഞ്ഞ് പോയിന്റ് നേടേണ്ട നോബിൾസൺ എന്ന യുവാവ് അല്ലാതെ അമ്പരന്നുപോയി. കാരണം ആ ഒരു പോയിന്റ് തന്റെ ഏറിൽ കിട്ടിയില്ല എങ്കിൽ എന്നേക്കുമായിട്ട് ഇവർ പരാജയം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും. ചാമ്പ്യൻഷിപ്പ് ഇവർക്ക് നഷ്ടമാവുകയും ചെയ്യും. അദ്ദേഹം ഇതികർത്തിയ മൂഢനായി. അപ്പോഴാണ് അവരുടെ കളിക്കാരിൽ ഒരാൾ ശബ്ദത്തിൽ വിളിച്ചു പറയുകയാണ്. അതായത് അത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ ആ ഒരു വാക്യമായിരുന്നു: തങ്ങളെ തന്നെ സഹായിക്കുന്നവരെ ദൈവം സഹായിക്കുന്നു എന്ന് ഉച്ചത്തിൽ കളിക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ഇവരുടെ ഗ്രൂപ്പുള്ള ഒരാൾ ശക്തമായിട്ട് വിളിച്ചു പറഞ്ഞു. അത് കേട്ടതോടുകൂടെ ആ അടുത്ത ബോൾ എറിയേണ്ടതായ ആ പ്രിയവൻ അഥവാ നോബിൾസൺ എന്ന ആ യുവാവ് എവിടുന്നോ ഒരു പ്രത്യേകമായ ഊർജ്ജവും ശക്തിയെല്ലാം അദ്ദേഹത്തിന് കൈവന്നു. അദ്ദേഹം പെട്ടെന്ന് ലൈനിലേക്ക് അടുത്ത് ചെന്നു. അതിനുശേഷം ബോള് കല്ലെടുത്ത് അദ്ദേഹം എറിഞ്ഞു. അത് ലക്ഷ്യത്തിൽ തന്നെ പതിച്ചു. മാത്രമല്ല, മിച്ചിഗൺ യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാരുടെ ലിസ്റ്റിലേക്ക് വന്നു. ചാമ്പ്യൻഷിപ്പ് അവർക്ക് ലഭിച്ചു. അതിന് ഉത്തേജനം പകർന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ ആ ഒരു വാക്യമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇത് എഴുതുമ്പോൾ, 200 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഈ വാക്യം എഴുതുമ്പോൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല 200 വർഷങ്ങൾക്ക് ശേഷം വരുന്നതായ യൗവനക്കാർക്ക് ഉത്തേജനം പകരുന്ന ഒരു വാക്യമാണ് ഞാൻ ഈ ഉദ്ധരിക്കുന്നത്, ഞാൻ പറയുന്നത് എന്നൊന്നും അദ്ദേഹത്തിന് അന്ന് മനസ്സിലായി കാണുവാൻ ഇടയായിട്ടുണ്ടാവുക സാധ്യതയില്ല. എന്നാൽ ആ വാക്യം ഇവരെ ജീവിപ്പിച്ചു എന്നുള്ളതാണ്. എന്നാൽ വിശുദ്ധ ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആർക്കാണ്, അല്ലെങ്കിൽ ദൈവം ആരെയാണ് സഹായിക്കുന്നത്? ദൈവം ആരെയാണ് സഹായിക്കുന്നത് ഇന്ന് പലർക്കും ഒരു ചിന്ത ഭാരമുണ്ട്. ആരെയാണ് സഹായിക്കുന്നത്? എങ്ങനെയാണ് സഹായിക്കുന്നത്? പണമുള്ളവരെയാണോ സഹായിക്കുന്നത്? അല്ലെങ്കിൽ നിരന്തരമായിട്ട് തീർത്ഥയാത്ര നടത്തുന്നവരെയാണോ? അല്ലെങ്കിൽ ഈ നേർച്ച കാഴ്ചകൾ നടത്തുന്നവരെയാണോ? ആരെയാണ്? പ്രാർത്ഥിക്കുന്നവരെയാണോ? ഇങ്ങനെ പലർക്കും സംശയം ഉണ്ട്. ആകയാൽ എന്നാൽ വിശുദ്ധ ബൈബിൾ എന്താണ് പറയുന്നത്? ദൈവം ആരെയാണ് സഹായിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അല്പമായിട്ട് ഞാനത് നിങ്ങളോട് വിസ്തരിക്കാം. ശ്രദ്ധിക്കുക. സങ്കീർത്തനം 10:14 വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുന്നുണ്ട്: അഗതി തന്നെത്താൻ നിങ്കൽ ഏൽപ്പിക്കുന്നു, അനാഥന് നീ സഹായിയാകുന്നു. ദൈവം പീഡകനെ ശിക്ഷിക്കുകയും പീഡിതരെ സഹായിക്കുകയും ചെയ്യുന്നു. എല്ലാ അഗതികളുടെയും അനാഥരുടെയും പിതാവ് അത് പറയുന്നത്
അത് ദൈവം തന്നെയാണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹോശേയ പ്രവചനം 14 അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: അനാഥന് തിരുസന്നിധിയിൽ കരുണ ലഭിക്കും. ദൈവം വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് അനാഥന്മാർക്കും പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു ദൈവം. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത് എങ്ങനെയാണ്? അനാഥർക്കും വിധവമാർക്കും അഗതികൾക്കും ദൈവം പിതാവാണ്. അവരെ അപേക്ഷ കേൾക്കുന്നു, അവരെ ദൈവം സഹായിക്കുന്നു. രണ്ടാമത്തെ ഭാഗം ഇങ്ങനെയാണ് കാണുന്നത്: ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവരെ ദൈവം സഹായിക്കും. സങ്കീർത്തനം 28-ന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയും: എന്റെ ഹൃദയം അവനിൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. ഇവിടെ ആണെന്ന് എങ്ങനെയാണ്? എന്റെ ഹൃദയം അവരിൽ ആശ്രയിച്ചു, വിശ്വസിച്ചതിൽ ആശ്രയിച്ചു. എന്തിനും ഏതിനും ആശ്രയിക്കുന്നത് പോലെ ഇവിടെ ദൈവത്തിൽ ആശ്രയിച്ചു. അപ്പോൾ കാണുന്നത് എനിക്ക് സഹായം ലഭിച്ചു. അപ്പൊ ആശ്രയിച്ചപ്പോ എനിക്ക് സഹായം ലഭിച്ചു എന്നാണ് സങ്കീർത്തനക്കാരൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ആരായാലും ശരി, ഏത് വ്യക്തിയായാലും ശരി, ദൈവത്തിന് പക്ഷഭേദമൊന്നുമില്ല, മുഖപക്ഷവുമില്ല. അതുകൊണ്ട് ആരായാലും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം സഹായിക്കാതിരിക്കുകയില്ല. അതായത് ഏതെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം പോയി ആശ്രയിക്കുന്ന വ്യക്തികളുണ്ട്. എന്നാൽ എല്ലാ സമയത്തും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന വ്യക്തികളുണ്ട്. അവനെ മാത്രം ശരണം പ്രാപിക്കുന്ന ധാരാളം പേരുണ്ട്. അവരുടെ എല്ലാ കാര്യത്തിൽ നീക്കുപോക്കില്ലാതെ തന്നെ ദൈവം അവരെ സഹായിക്കുകയും ചെയ്യും. അടുത്തത് മറ്റൊരു വേദഭാഗം കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങളിൽ ഊമനും ചെകിടനുമായ ഒരു ബാലൻ, ആ ബാലനെ കൊണ്ടുവന്ന് യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. അപ്പോ ഈ ബാലന്റെ സ്ഥിതികളെല്ലാം ഈ പിതാവ് യേശുവിനെ ഉണർത്തിച്ചു. എന്നിട്ട് യേശുവിനോട് അദ്ദേഹം പറയുന്നത്, നിന്നാൽ കഴിയുമെങ്കിൽ ഇവനെ സൗഖ്യമാക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ യേശു അവരോട് പറഞ്ഞ കാര്യം ഇതാണ്: നിന്നാൽ കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞപ്പോൾ ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു. എന്നിട്ട് പറയുന്നത്, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. യേശു ഓമനും ചേർന്നമായ ആ ദുരാത്മാവിനെ ആ ബാലന്റെ ദേഹത്ത് നിന്ന് പുറത്തു കളഞ്ഞ് ആ ബാലൻ ആ നിമിഷം സൗഖ്യം പ്രാപിച്ചു. ഇവിടെ നമ്മൾ കണ്ടത് വിശ്വാസമാണ്. ആദ്യം നമ്മൾ കണ്ട അനാഥരെയും വിധവമാരെയും അഗതികൾക്കും ദൈവം പിതാവാകുന്നു. തന്നിൽ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് കർത്താവരെ സഹായിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് വിശ്വസിക്കുന്നവരെ സഹായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏവർക്കും ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവത്തിൽ വിശ്വസിച്ചാൽ, ദൈവത്തെ നമ്മുടെ പിതാവായി അംഗീകരിച്ചാൽ നിശ്ചയമായിട്ടും നമ്മളെ ദൈവം സഹായിക്കുക തന്നെ ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ കുഞ്ഞെ, അതുകൊണ്ട് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ തങ്ങളെ തന്നെ സഹായിക്കുന്നവർ ദൈവം സഹായിക്കുന്നു എന്ന ആ വാക്യം നമുക്കിങ്ങനെ തിരുത്തി പറയാം: തങ്ങളെ തന്നെ സഹായിക്കാൻ കഴിയാത്തവരെ ദൈവം സഹായിക്കുന്നു. ആരാണ് ദൈവം സഹായിക്കുന്നത് എന്ന് ചോദിച്ചാൽ, തങ്ങളെ തന്നെ സഹായിക്കാൻ കഴിയാത്തവരെ ദൈവം സഹായിക്കുന്നു. അനാഥർക്കോ വിധവമാർക്കോ അഗതികൾക്കോ ഒന്നും തങ്ങളെ തന്നെ സഹായിക്കാൻ കഴിയാത്തവരാണ്. അതുപോലെ തന്നെ ഈ പിതാവിന് തന്റെ മകനെ സഹായിക്കാൻ കഴിയാതിരുന്ന ആളാണ്. അങ്ങനെ ആണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. അതെ, ദൈവം നമ്മുടെ സങ്കേതവും
ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. ആകയാൽ ആ കർത്താവിൽ നമുക്ക് ആശ്രയിച്ച് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. മാത്രമല്ല, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക.